പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശുദ്ധ റമദാൻ നമ്മിലേക്ക് സമാഗതമാകാൻ ഇനി 10-20 ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. മറ്റു കർമ്മങ്ങളെ പോലെയല്ല, 2 മാസം മുമ്പ് തന്നെ റമദാനിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളും തുടങ്ങുന്നവനാണ് മുസ്ലിമായ ആണും പെണ്ണും. ഈ ശഅബാൻ മാസത്തിൽ റമദാനിന്റെ മഹത്വങ്ങൾ മുഴുവനും ഉൾപ്പെടുത്തി സ്വഹാബത്തിനെ ബോധ്യപ്പെടുത്തിയിരുന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് നൽകിയ വലിയൊരു അനുഗ്രഹമാണ് വിശുദ്ധ റമദാനിലെ ധാരാളം ആത്മീയമായ ആരാധനകൾ. ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത്, നമ്മെ ബുദ്ധിമുട്ടാക്കാനും ഇടങ്ങേറാക്കാനും നമുക്കുള്ള ഫ്രീഡം നഷ്ടപ്പെടുത്താനും വേണ്ടിയല്ല അള്ളാഹു ഈ സുവർണാവസരങ്ങളൊന്നും തന്നത്. അതിനാകെ പ്രധാനപ്പെട്ട ഒരു വിഷയം മനസ്സിലാക്കിയാൽ മതി. നിസ്കാരം കൂടുതൽ നമുക്കാണ്. കർമ്മങ്ങൾ മുഴുവനും മുൻ സമുദായങ്ങളെക്കാൾ കൂടുതൽ അള്ളാഹു നൽകിയത് നമുക്കാണ്. ആരോഗ്യവും ആയുസ്സും സൗകര്യങ്ങളും സംവിധാനങ്ങളും അള്ളാഹു നൽകിയത് അവർക്കാണ്. നമ്മളാകെ കുറഞ്ഞ കാലമേ ഈ ദുനിയാവിൽ ജീവിക്കൂ. അവർ താമസിച്ചിരുന്നത് 900, 1000, 400, 500, 200 ഇങ്ങനത്തെ വർഷങ്ങളാണ്. നമ്മുടെ നാട്ടിൽ 100-ലധികം കഴിഞ്ഞ ആൾക്കാർ വളരെ അപൂർവമായിട്ടുണ്ടാവും. ഒന്ന് എണ്ണി നോക്കിയാൽ ഒരു പക്ഷേ 10 വിരലാകുമ്പോഴേക്ക് തീർന്നു പോകും 100 കഴിഞ്ഞവർ ജീവിച്ചത്. പക്ഷേ മുൻഗാമികളിൽ അങ്ങനെയല്ല, ധാരാളം വർഷങ്ങൾ ജീവിച്ച ആളുകളാണ് അവരിലുള്ളത്. അപ്പൊ അത്രയും വർഷങ്ങൾ ജീവിച്ച ആളുകൾ അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി എത്ര കഠിനാധ്വാനങ്ങൾ ഈ ഭൂമിയിൽ നടത്തിയിട്ടുണ്ട്, ധാരാളം നടത്തിയിട്ടുണ്ട്. പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളുമായി ഒരുപാട് പുണ്യകർമ്മങ്ങൾ നടത്തിയിട്ടുണ്ട്. അതെല്ലാം ചുരുങ്ങിയ കാലം കൊണ്ട് നേടിയെടുക്കുന്ന ഒരു സമൂഹമായിട്ടാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിച്ചത്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു തആല നൽകിയ വലിയ സമ്മാനമായ നിസ്കാരവും ഏറ്റുവാങ്ങി പോരുമ്പോൾ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, നിങ്ങളുടെ ഉമ്മത്തിന് അല്ലാഹു എത്ര നിശ്ചയിച്ചത്? അവസാനമായി 9ാമത്തെ പ്രാവശ്യം എന്നോ പറഞ്ഞു 5-ൽ അല്ലാഹു തആല തീരുമാനമെടുത്തു. അപ്പോൾ പറഞ്ഞു, ഇന്ന ഉമ്മത്തക ലാ തതീഖു ദാലിക്, നിങ്ങളുടെ ഉമ്മത്തിന് ഇതിന് കഴിയൂല. കാരണം നിങ്ങളുടെ സമുദായത്തെക്കാൾ വലിയ ആരോഗ്യവും സൗകര്യവും അല്ലാഹു നൽകിയ ഒരു സമൂഹമാണ് ബനൂ ഇസ്രായീൽ. അവരെ ഞാൻ പരിശോധിച്ചത് 2 വഖ്ത് കൊണ്ടാണ്, 2 വഖ്ത് കൊണ്ട്. അത് തികച്ചവർ ചെയ്തിരുന്നില്ല. അതിനേക്കാൾ കൂടുതൽ ആരോഗ്യവും ആയുസ്സും കുറവുള്ള നിങ്ങളുടെ ഈ ഉമ്മത്ത് എങ്ങനെ ഇത് കൊണ്ടു നടക്കും? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, 9 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മൂസാ നബി അലൈഹിസ്സലാമിനും അള്ളാഹുവിനും ഇടയിലുമായി നടന്ന് നമുക്ക് വേണ്ടി നിസ്കാരം 5 ആക്കി ചുരുക്കി തന്നപ്പോ അല്ലാഹു തആല പറഞ്ഞൊരു വാക്കുണ്ട്, ഇത് 5 ആണെങ്കിലും 50 ആണ്. നൽകിയത് 5 ആണ്, പക്ഷെ അല്ലാഹു നൽകുന്ന പ്രതിഫലം 5 അല്ല 50 ആണ്. ഇനി അതിലങ്ങനെ തീരുമാനം നടപ്പിലാക്കിപ്പോയി. ഇനി അള്ളാഹുവിനോട് കുറച്ച് ചോദിക്കാൻ എനിക്ക് ഹയാ വന്നു, നാണം വന്നു. അങ്ങനെ ഇരിക്കട്ടെ, ഉമ്മത്തിന് സഹായത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് തങ്ങളും പറഞ്ഞു. പക്ഷെ നമുക്കത് വലിയൊരു അംഗീകാരമാണ്. ഇവിടെയല്ല നമ്മൾ ഇതിന്റെ അംഗീകാരം ഏറ്റവും അധികം അനുഭവിക്കുന്നത്. അങ്ങനെ ആരും കരുതണം. കർമ്മങ്ങളുടെ ഏറ്റവും വലിയ നല്ല അനുഭവം അനുഭവിക്കുന്നത് പരലോകത്താണ്. ഇവിടെ അതിന്റെ ചെറിയ ചെറിയ സാമ്പിളുകൾ മാത്രമാണ്. ഇവിടെ കിട്ടുന്ന ഫലങ്ങളൊക്കെ ചെറുത്. ഉദാഹരണമായി പറഞ്ഞാൽ, ഒരാൾ സ്വതന്ത്ര ചെയ്താൽ എമ്പാടും മഹത്വമുണ്ട്. പക്ഷെ അതിൽ ചെറിയ ചെറിയ നുറുങ്ങുകളാണ് ഇവിടെ കിട്ടുന്നത്. മുറാദ് ഹാസിലാകുക, രോഗം മാറുക, അതുപോലെ തന്നെ സാമ്പത്തികമായി അല്ലാഹു തആല നല്ല അഭിവൃദ്ധി കൊടുക്കുക, അതൊക്കെ കിട്ടും. അതൊന്നുമല്ല വലുത്. വലുത് പാരത്രിക ലോകത്ത് വെച്ച് കോടിക്കണക്കിന് ജനങ്ങളെ മുന്നിൽ വെച്ച് അവിടെ ആദ്യമായി
എല്ലാ രംഗങ്ങളിലും മുന്നേറാൻ അള്ളാഹു നൽകുന്ന പെർമിഷൻ. അള്ളാഹു നമ്മളെ പ്രത്യേകക്കാരായവർ തെരഞ്ഞെടുക്കുകയാണ്. ഒരുപാട് ഉമ്മത്ത് ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരിൽ ഏറ്റവും അവസാനം വന്ന ഉമ്മത്താണ് ഉമ്മത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ പറഞ്ഞു, നഹ്നുൽ ആഖിറൂൻ അസ്സാബിഖൂന യൗമൽ ഖിയാമ. നമ്മൾ അവസാനം വന്ന കക്ഷികളാണ്. പക്ഷേ ഖിയാമത്ത് നാളിൽ നമ്മൾ മുന്നിലെത്തുന്നവരാണ്. മുന്നിലേക്ക് നമ്മൾ പോകുമ്പോൾ 1000 കൊല്ലം ജീവിച്ച് ഇബാദത്തെടുത്ത ആൾ ചോദിക്കും, നിങ്ങളെന്താ മുന്നിലെത്താൻ? 500 കൊല്ലം ഇബാദത്തെടുത്ത ആൾ ചോദിക്കും, നിങ്ങളെന്താ മുന്നിലെത്താൻ? നിങ്ങൾക്ക് വളരെ കുറഞ്ഞ ആയുസല്ലേ അള്ളാഹു നൽകിയിട്ടുള്ളൂ. ഇമാമിങ്ങൾ പലരും വഫാത്തായി പോയത് സഹോദരങ്ങളെ 100 തികക്കാതെയാണ്. എത്രയോ മഹാന്മാർ വഫാത്തായി 100 തികഞ്ഞിട്ടില്ല. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു വഫാത്തായി 90 വയസ്സായപ്പോ, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു വഫാത്തായി 54 വയസ്സായപ്പോ, ഇമാം നവവി റളിയല്ലാഹു അൻഹു വഫാത്തായി 45 വയസ്സായപ്പോ, എല്ലാം ചുരുങ്ങിയ ആയുഷ്കാലം ജീവിച്ച വലിയ വലിയ മഹാന്മാരാണ്. പക്ഷേ ഇങ്ങനെ കുറഞ്ഞ ആയുസ്സുമായി ചെന്നിട്ടും അസ്സാബിഖൂന യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ മുൻപന്തിയിലെത്തുന്നവരാണ്. എല്ലായിടങ്ങളിലും ഹൗലിന്റെ സമീപത്തും അതുപോലെ തന്നെ മീസാനിന്റെ സമയത്തും സിറാത്ത് വിട്ടുകിടക്കുന്ന ഇടത്തും ആദ്യം പോകുന്നത് ഈ ഉമ്മത്തിലെ അംഗങ്ങളാണ്. അവിടെയാണ് നമ്മുടെ അമലിന്റെ കർമ്മരേഖയുടെ ഏറ്റവും മഹത്വം നമുക്ക് മനസ്സിലാകുന്നത്. ഇവിടെ എത്ര മനസ്സിലാക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ പൂർണ്ണമായി കഴിയില്ല. ഏറ്റവും നല്ല സന്തോഷാവസരം കിട്ടുന്നത് പാരത്രിക ലോകത്താണ്. അള്ളാഹു നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഞാനൊരു ഉദാഹരണം പറയാം, പെട്ടെന്ന് മനസ്സിലാകും. നിങ്ങളുടെ നാട്ടിലെ വിദഗ്ധനായ ഒരു ഡോക്ടർ, ആ ഡോക്ടറെ കാണാൻ വേണ്ടി 1 മാസം മുമ്പ് നിങ്ങൾ ടിക്കറ്റ് എടുത്തു, അയാളെ ടോക്കൺ എടുത്തു. നല്ല തിരക്കുള്ള ഡോക്ടറാണ്. എപ്പോഴെങ്കിലും കിട്ടിയെങ്കിലും ഡേറ്റ് കിട്ടും. അത്രയും ഒരുപാട് രോഗികളെ നോക്കി ചികിത്സിക്കുന്ന ഡോക്ടറെ അടുത്ത് നിങ്ങൾ ടിക്കറ്റ് എടുത്തു, ടോക്കൺ. ആ ടോക്കണ് നിങ്ങൾക്ക് നൽകിയ സമയം, നിങ്ങൾക്ക് നൽകിയ ദിവസത്തിലെ സമയം 15 ദിവസം കഴിഞ്ഞ് ഒരു ദിവസം കിട്ടി. അന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷമുള്ള സമയമാണ്. 4:30 മണി. 4:30 അവിടെ എത്തണം എന്നാണ്. നമ്മൾ 2 മണിക്കൂർ നേരത്തെ എടുത്ത് അവിടെ എത്തും. അഥവാ നേരത്തെ ചാൻസ് കിട്ടുകയാണെങ്കിൽ വേഗം അങ്ങോട്ട് കയറാൻ വേണ്ടി. അങ്ങനെ നമ്മൾ എത്തുമ്പോ 2 മണിക്കൂർ മുമ്പ് നമ്മൾ കാത്തിരിക്കുമ്പോ നമ്മളെ മുന്നിൽ ഒരാളുണ്ട്. അയാളോട് ചോദിച്ചു, നിങ്ങളെപ്പോഴാ വന്നത്? ഞാൻ 10 മണിക്ക്. അയാൾ കയറിയിട്ടില്ല. ഒരുപാട് രോഗികൾ പരിഹരിക്ക് കയറിക്കൊണ്ടിരിക്കണം. വിദഗ്ധനായ ഡോക്ടർ അങ്ങനെ പരിശോധിച്ച് ഈ 150-200 ടോക്കണുള്ള ആളുകളൊക്കെ ഓരോരുത്തരെയും നോക്കണ്ടേ, എല്ലാവരെയും ടെസ്റ്റ് ചെയ്യണമല്ലോ. അപ്പൊ അങ്ങനെ പരിശോധിക്കുന്നതിനിടയിൽ നമ്മളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കേ ഒരാൾ പെട്ടെന്ന് വാഹനത്തിൽ വന്നിറങ്ങി. എല്ലാവരുടെയും മുന്നിൽ അയാൾ നേരെ പോയി കതകിന് മുട്ടി ആൾ കയറി. അങ്ങനെ കയറുമ്പോ ഈ കാത്തു നിൽക്കുന്ന ആൾക്കാരൊക്കെ എന്ത് പിറുപിറുക്കും, ഏതാവൻ? നമ്മൾ മണിക്കൂർ കണക്കിലൂടെ കാത്തിക്കാൻ തുടങ്ങി. ഇപ്പൊ അങ്ങോട്ട് വാഹനത്തിൽ കയറി വന്ന് ഇറങ്ങി വന്ന് ഉടനെ തന്നെ പോയി ഡോക്ടറെ കണ്ട് 10 മിനിറ്റ് സംസാരിച്ച് അയാള് മരുന്നിനുള്ള നോട്ടീസും വാങ്ങി അയാൾ തിരിച്ചു പോവാണ്. നമ്മളെത്ര നേരമായി? മുന്നിൽ നിൽക്കുന്ന ആൾ നിൽക്കാൻ തുടങ്ങിയിട്ട് 4 മണിക്കൂറായി. ഓരോരുത്തർക്ക് ഓരോ ചെയറിന്റെ അവിടെ ഇരിക്കുകയാണ്. ഇനി അവസാനം കാണാൻ പോകുന്ന 150ാമത്തെ ടോക്കൺ ഉണ്ട്. ആളിങ്ങനെ മനസ്സിൽ വല്ലാത്ത വിഷമത്തോടെ പഠിച്ചവനെ ഇന്നിപ്പോ ലാസ്റ്റ് ഇനി നാളെ എന്ന് പറഞ്ഞ് മടക്കി വിടും. കാരണം ആളുകൾ ഇടക്കിടക്ക് ഓരോരുത്തർ ഇങ്ങനെ കയറി പോകുന്നുണ്ടല്ലോ. ഈ വാഹനത്തിൽ വന്ന് പെട്ടെന്ന് ഡോക്ടറെ പോയി കണ്ടുവന്ന ആളോട് ആളുകൾ ചോദിക്കുന്നു, നിങ്ങളാരാ? അപ്പൊ ഡോക്ടറും ഇയാളും തമ്മിൽ വലിയ ബന്ധമില്ലെങ്കിൽ ഇങ്ങനെ കയറ്റി വിടൂലല്ലോ. അവിടെ ഓരോരുത്തരെയും വിളിക്കാൻ ഒരാൾ കാത്തു നിൽക്കുന്നുണ്ട് ശമ്പളത്തിനായിട്ട്. ആളിങ്ങനെ വിളിക്കും, ടോക്കൺ 19, 20, 21 ഇങ്ങനെ വിളിക്കും. വിളിക്കാതെയാണ് ഇപ്പോൾ ഒരാൾ കയറിപ്പോയത്. എന്തോ ഒരു സ്പെഷ്യൽ ബന്ധം കാണാം, അല്ലാതെ അങ്ങനെ പോകേണ്ടിയില്ലല്ലോ. അയാൾ വന്നപ്പോൾ ചോദിച്ചു, നിങ്ങളാരാ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ആ ഡോക്ടറുടെ ഗുരുനാഥനാണ്. ആ ഡോക്ടർക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുത്താളെ ഞാൻ. പിന്നൊന്നും പറയാനില്ല, പിന്നെ ആർക്കൊന്നും പറയാനില്ല. കാരണം വലിയൊരു ബഹുമാനം, അതിനേക്കാൾ വലിയ ബഹുമാനം എന്താ? ഇനി പുറത്തൊരു 5 മിനിറ്റ് അയാളെ നിർത്തിയാൽ ഡോക്ടർ ക്ഷോഭിക്കും, ദേഷ്യം പിടിക്കും. കാരണം ഡോക്ടറുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥാനമുള്ള ആളാണ് ഗുരുനാഥൻ. എല്ലാവർക്കും അങ്ങനെയാണ്. അപ്പൊ ആ ഗുരുനാഥന് ഈ കാത്തു നിൽക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ സ്ഥാനം കിട്ടി മുന്നോട്ടെത്തി. എന്നതുപോലെ പാരത്രിക ലോകത്ത് കുറെ സമൂഹങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുമ്പോ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ മുന്നോട്ടങ്ങോട്ട് കുതിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒന്ന് നമ്മുടെ നേതാവ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ആരുടെ ഉമ്മത്താണ് എന്നതാണ് അവിടെ ഒന്നാമത്തെ നോട്ടം. ഈ ഉമ്മത്തിൽ പെട്ടുകിട്ടാൻ വേണ്ടി എത്ര നബിമാര് ദുആ ചെയ്തു. കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം ആ കൂട്ടത്തിൽപ്പെട്ടൊരു മഹാനാണ്. മൂസാ നബി അലൈഹിസ്സലാമിനെ വിളിച്ച് അല്ലാഹു തആല ചോദിച്ചു, മൂസാ നബിയെ, നിങ്ങളെ ഉമ്മത്തിന് ഏറ്റവും നല്ല ഉമ്മത്തി എന്ന സ്ഥാനം തരാം. ഖൈറു ഉമ്മ, ഏറ്റവും നല്ല ഉമ്മത്തി എന്ന സ്ഥാനം ഇന്നുള്ളത് ആർക്കാ സഹോദരങ്ങളെ? ഈ ഉമ്മത്തിനാണ്. പക്ഷെ അതിനൊരു കാരണമുണ്ട്, ഞാൻ അതിലേക്ക് വരാം. ആ ഒരു അർഹതയും കൂടി നമ്മൾ നേടിയെടുക്കണം. നമുക്ക് കടലാസ് മാത്രം പോരാ, അർഹത വേണം. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. വെറുതെ അങ്ങോട്ട് അള്ളാഹു ഒരു പേര് തന്നതല്ല, ഒരു കാരണമുണ്ട്. നിങ്ങളെ ഉമ്മത്തിന് ഏറ്റവും നല്ല ഉമ്മത്തി എന്ന സ്ഥാനം തരാം. മൂസാ നബി അലൈഹി സ്വലാമിന്റെ ഉമ്മത്ത് 12 ഗോത്രങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു 12 ജില്ല കൂട്ടേണ്ടി വരും. അതൊരു 12 കുടുംബം കൂട്ടിയാൽ പോരാ, അത്രയും അധികം ആളുകളുണ്ട്, ലക്ഷക്കണക്കിന് ആളുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥന കൊണ്ട് അവർക്ക് സുഭിക്ഷമായ ഭക്ഷണം നൽകി. നമ്മളൊക്കെ ഭക്ഷണം കഴിക്കാൻ രാവും പകലും അധ്വാനിക്കണം. അവർ കൈ കഴുകി ഇരുന്നാൽ മതി, നല്ല കട്ടിത്തേനും കാടപ്പക്ഷിയും ഇങ്ങോട്ട് വരും. മുകളിൽ നിന്നങ്ങനെ വരികയാണ്, യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത നല്ല ഭക്ഷണം. കഴിച്ചു കൊടുത്താൽ മതി, ബാക്കി അങ്ങോട്ട് കയറിപ്പോകും. ബില്ലടക്കണ്ട, യാതൊരു പ്രശ്നവുമില്ല. ഇനി കഠിനമായ ചൂടില്ലാത്ത ചെയ്യുകയാണെങ്കിലോ അല്ലാഹു തആല അവർക്ക് മേഘം വിരിച്ചു കൊടുക്കുന്നു. ആ മേഘത്തിന്റെ തണലിൽ അവർ നടക്കുന്നു. എന്നും തന്നെ ഒരിക്കൽ പോലും വൈദ്യുതി ഉണ്ടായോ ഇല്ലേ, നിലക്കാത്ത വെള്ളമാണ് അല്ലാഹുർക്ക് നൽകിയിരിക്കുന്നത്. ഒരൊറ്റ പാറക്കല്ലിൽ നിന്ന് 12 ഭാഗത്തേക്കാണ് അരുവികൾ ഒഴുക്കിയത്. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന കൊണ്ട് അല്ലാഹു നൽകിയൊരു മഹത്വമാണ്. ഇങ്ങനെ ധാരാളം മഹത്വങ്ങളുള്ള ഈ സമൂഹം ബനു ഇസ്രായേൽ സന്തതികൾ, ആ ഇസ്രായേൽ സന്തതികളോട് മൂസാ നബി അലൈഹി സ്വലാമിനെ വിളിച്ച് അല്ലാഹു പറയുന്നു, നിങ്ങളുടെ സമൂഹത്തെ വിളിച്ച് ചോദിക്കണം, ഏറ്റവും നല്ല ഉമ്മത്ത് എന്ന സ്ഥാനം നിങ്ങൾക്ക് തരാം. നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ, അഭിപ്രായപ്പെട്ടു നോക്കൂ. ആ ഉമ്മത്ത് പറഞ്ഞു, ശരിയാണ്, അങ്ങനത്തെ സ്ഥാനം കിട്ടിയാൽ നമുക്ക് വാങ്ങാലോ. പക്ഷേ അതിനൊരു കണ്ടീഷൻ ഉണ്ട്. നിങ്ങൾക്ക് നൽകിയ തൗറാത്ത് അത് കാണാതെ ഒന്ന് പഠിക്കണം. അത് ഖുർആന്റെ അത്രല്ല, ഖുർആന്റെ അത്ര കട്ടിയും കനവുമില്ല. ചുരുങ്ങിയ ഉപദേശങ്ങളും കുറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മദ്ഹുകളും നസീഹത്തുകളുമാണ് തൗറാത്തിലുള്ളത്. ഹുക്മുകൾ കുറവാണ്. ആ തൗറാത്ത് ഒന്ന് കാണാതെ പഠിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ അവര് പറഞ്ഞൊരു വർത്തമാനമുണ്ട്, നമ്മളത് പറയരുത്. അവരെന്താ പറഞ്ഞത്? അവര് പറഞ്ഞു, മൂസാ നബി അലൈഹി സ്വലാമിനോട് കണ്ടിട്ട് ഓതപ്പോ നേരല്ല, പിന്നെയാണ് കാണാതെ പഠിക്കുന്നത്. എങ്ങനെയുണ്ട്? അല്ലാഹു തആല പറഞ്ഞു, എങ്കിൽ നിങ്ങൾക്ക് ഖൈറു ഉമ്മ എന്ന മേൽവിലാസമില്ല, ഏറ്റവും നല്ല ഉമ്മത്ത് എന്ന സ്ഥാനം നിങ്ങൾക്കില്ല. അത് ഞാൻ മറ്റൊരു സമൂഹത്തിലേക്ക് നീക്കി വെച്ചു. മൂസാ നബി അലൈഹി സ്വലാം ചോദിച്ചു, അത് ആരാണ്? അല്ലാഹു തആല പറഞ്ഞു, ഉമ്മത്തു മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് ദുആ ചെയ്തത്, അല്ലാഹുമ്മ ജഅൽനി മിൻഹും, ആ ഉമ്മത്തിൽ എന്നെ നീ ഒന്ന് മെമ്പറാക്കി തരണം. ഈ ഒരു ആഗ്രഹത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ഖുർആൻ പറഞ്ഞല്ലോ, വമിൻ ഖൗമി മൂസാ ഉമ്മത്തുൻ യഹ്ദൂന ബിൽ ഹഖ് വബിഹി യഅദിലൂൻ. തങ്ങൾ മദീനയിലെത്തിയപ്പോൾ മൂസാ നബി അലൈഹി സ്വലാമിനെ അംഗീകരിച്ച് ജീവിക്കുന്ന നല്ലൊരു പറ്റം ആളുകൾ അവിടെയുണ്ട്. അന്ന് മൂസാ നബി അലൈഹി സ്വലാം ദുആ ചെയ്തതിന്റെ ഭാഗമായി അനുയായികളിൽപ്പെട്ട കുറച്ച് മെമ്പർമാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനും ശിഷ്യത്വം സ്വീകരിക്കാനും സഹാബിമാരാകാനും അല്ലാഹു ഭാഗ്യം കൊടുത്തു. അത് ഈ ദുആഇന്റെ ഫലമായിട്ടാണ്. നിങ്ങൾക്കതിന് കഴിയൂല മൂസാ നബിയെ, പക്ഷേ നിങ്ങൾ ചോദിച്ചല്ലോ, ആ ചോദ്യത്തിന് തൽഫലമായിട്ട് നിങ്ങളെ ഉമ്മത്തിൽപ്പെട്ട ഒരു ചെറിയ വിഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണും, അവര് വിശ്വസിക്കും, അവർ അംഗീകരിക്കും. അങ്ങനെയാണ് തൗറാത്ത് കൊണ്ട് അമൽ ചെയ്യുന്ന കുറെ ആളുകൾ മദീനയിൽ ഉണ്ടായിരുന്നു. അവരിൽപ്പെട്ട കുറച്ച് ആളുകൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് വിശ്വസിച്ചു. വമിൻ ഖൗമി മൂസാ ഉമ്മത്തുൻ യഹ്ദൂന ബിൽ ഹഖ് വബിഹി യഅദിലൂൻ. ഈ ഖുർആൻ ഉൾക്കൊണ്ട് സ്വീകരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിച്ച് നടക്കുന്ന ഒരു സമൂഹമായി ഖൈറു ഉമ്മ എന്ന സൽപേര് അല്ലാഹു ഈ ഉമ്മത്തിന് നൽകാനുള്ള കാരണം, ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പരിശുദ്ധ ഖുർആനാണ്. ഖുർആൻ അല്ലാഹു തആല നമ്മിലേക്ക് ഇറക്കി തന്നത് വിശുദ്ധ റമദാനിലാണ്. റമദാനിന്റെ ഏറ്റവും വലിയ മഹത്വം അല്ലാഹു പഠിപ്പിച്ചതും അങ്ങനെയാണ്. ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഏറ്റവും അധികം ഖുർആൻ കേൾക്കേണ്ട മാസം വിശുദ്ധ റമദാനാണ്. ഏറ്റവും അധികം ഖുർആൻ ഓതേണ്ട മാസവും വിശുദ്ധ റമദാനാണ്. ഖുർആൻ നന്നായി പഠിക്കേണ്ട മാസവും റമദാനാണ്.
മൂന്നെണ്ണമാണ് ഞാനിപ്പോ പറഞ്ഞത്. ഒന്ന് ഓത്ത്, മറ്റൊന്ന് കേൾവി, മറ്റൊന്ന് പഠനം. മൂന്നും നടക്കണം സഹോദരന്മാരെ. അതിനാണ് അള്ളാഹു നമുക്ക് പള്ളി തന്ന സൗകര്യപ്പെടുത്തി തന്നത്. ഇതുപോലെയുള്ള പള്ളിയിൽ, മദീനത്തെ പള്ളിയിൽ സ്വഹാബത്ത് ഏറ്റവും കൂടുതൽ റമദാനിൽ കേട്ടിരുന്നത് ഖുർആനാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ? ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് ഒറ്റക്കൊറ്റക്ക് നിസ്കരിച്ചു പോയിരുന്ന തറാവീഹ് നിസ്കാരം ഒരു ഇമാമിന്റെ കീഴിലാക്കി നിലനിർത്തി. എല്ലാ സ്വഹാബിമാരും അതിനെ പ്രശംസിച്ചു. പലരും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് പ്രാർത്ഥന നടത്തി. നബ്ബറല്ലാഹു ഖബ്റ ഉമർ കമാ നബ്ബറ മസ്ജിദനാ ബിസ്വലാത്തി തറാവീഹ്. തറാവീഹ് നിസ്കാരം കൊണ്ട് നമ്മുടെ പള്ളിയെ അലങ്കൃതമാക്കിയതുപോലെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ ഖബർ അല്ലാഹു പ്രകാശപൂരിതമാക്കട്ടെ. കാരണം ഒരൊറ്റ ഇമാമിന്റെ കീഴിൽ സൊഫായി മഅ്മൂമുകൾ നിസ്കരിക്കുന്ന ഒരു സംവിധാനം വന്നത് അന്നാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ മഹാനവറുകൾ തീരുമാനമെടുത്തു. കാരണം ആളുകൾ നിസ്കരിച്ചു പോകുന്നു, വിവിധ തരക്കാരായി ഒറ്റക്ക് നിസ്കരിച്ചു പോകുന്നു. ചിലർ 10 മണിക്ക് പോകും ഇശാ കഴിഞ്ഞിട്ട്, ചിലർ 12 മണിക്ക് നിസ്കാരം കഴിഞ്ഞു പോകും. ചിലർ പള്ളിയിൽ അങ്ങനെ നിസ്കരിച്ച് അത്തായം വരെ പള്ളിയിൽ കഴിച്ചു കൂട്ടും. അത്തായത്തിന് വീട്ടിൽ പോകും, അത്തായം കഴിച്ച് വീണ്ടും സുബഹിക്ക് വരും. ഇങ്ങനെ വിവിധ ശീലക്കാരുണ്ടായിരുന്നു ആ കാലഘട്ടം വരെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലത്തും അങ്ങനെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തും അങ്ങനെയായിരുന്നു. നമ്മളോടുള്ള സ്നേഹം കൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൽക്കാലം അതിന് അത്രയും ഉത്സാഹം കാണിക്കാതിരുന്നതാണ്. അങ്ങനെ കാണിച്ചതെങ്ങാനും ഫർളായിരുന്നെങ്കിൽ നമ്മളെ ഹാല് വല്ലാത്ത ഹാലായിരിക്കും അല്ലേ? ഇപ്പൊ തന്നെ കൊറോണ വന്നിട്ട് ആൾക്കാരുടെ മനസ്സിൽ ഒരു എഴുത്തുണ്ട്. ഇവിടെ ഉണ്ടോ എനിക്കറിയില്ല. ആൾക്കാരുടെ മനസ്സിൽ പൊതുവെ എഴുത്തുണ്ട്. ഏതായാലും അല്ലാഹു തആല തന്നത് ജനങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് വലിയ ഖൈറാണ്. കാരണം ജുമാക്ക് പോകണ്ടല്ലോ, എത്ര വലിയ ഖൈറാ കിട്ടിയത്. ജമാഅത്തിൽ പോകണ്ടല്ലോ, രോഗം കൊണ്ട് പടർന്നാലോ. അപ്പൊ അങ്ങനെ ഈ പറച്ചിൽ കേൾക്കുമ്പോൾ വിചാരിച്ചു ഇത് ഇതിന്റെ ഉൽപാദന കേന്ദ്രം തന്നെ പള്ളിയാണ്. അല്ല, കേൾക്കുമ്പോ നമുക്കങ്ങനെ തോന്നാണ് ഇതിങ്ങനെ വരുന്നതിന് അവിടുന്നാണോ ഇത് തോന്നാണ്. സത്യത്തിൽ ഇല്ലാതിരിക്കൽ കൂടുതൽ അവിടെയാണ്. കാരണം ഏറ്റവും കൂടുതൽ അംഗസ്നാനം വരുത്തി മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റി. എന്താ ആദ്യം പറഞ്ഞിരുന്നത്? മൂക്കിന്റെ ഉള്ളിൽ നല്ലോണം വൃത്തിയാക്കണം, വായു നല്ലോണം വൃത്തിയാക്കണം എന്നല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് ഏറ്റവും വൃത്തിയാക്കുന്നത് ആരാ? ഒരു നിസ്കരിക്കുന്ന മനുഷ്യനല്ലേ? നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ ഏറ്റവും ചുരുങ്ങിയത് 5 പ്രാവശ്യം ഉളു കൊടുക്കുമ്പോ സുന്നത്തായ ശ്രേഷ്ഠമായ 2 സുന്നത്താണ് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റലും കൊപ്പിളിക്കലും. അത് സാധാരണ ലെവലിൽ സുന്നത്ത്. വൽ മുബാലഗത്തു ഫീഹിമാ, അതിൽ ഊക്ക് കൂട്ടണം, ശക്തി കൂട്ടണം. നോമ്പുകാരനല്ലാത്തവൻ എന്നൊരു പ്രത്യേക സുന്നത്തുണ്ട്. ആ ശക്തി കൂട്ടണല്ലേ ഇങ്ങനെ തിരിച്ചാണ് പരിശോധിക്കുന്നത്. അപ്പൊ ശക്തി കൂട്ടുമ്പോൾ രോഗമൊന്നും ഉണ്ടാവില്ല, അണുക്കളൊക്കെ പോയില്ലേ? അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സുഖാസ്വാദനത്തിന്റെ കേന്ദ്രം, ഇത്രയും വൃത്തിയുള്ള ഒരു കേന്ദ്രം അള്ളാഹുവിന്റെ ദുനിയാവിൽ വേറല്ല. കാരണം കൈ നല്ലോണം കേൾക്കി. എത്ര പ്രാവശ്യം കേൾക്കുന്നത്? 3 അല്ല 6 പ്രാവശ്യം കേൾക്കുന്നില്ലേ? കാല് നല്ലോണം കേൾക്കി. ശരീരത്തിൽ സാധാരണ ഏതെങ്കിലും തരത്തിലുള്ള അസ്പൃശ്യതകൾ വരുന്നതൊക്കെ ക്ലീൻ ചെയ്തു. അത് നന്നായി ക്ലീൻ ചെയ്തു ജുമാക്ക്. അപ്പൊ ഈമാനിൽ ദൗർബല്യം സംഭവിച്ച ആൾക്കാർ പറയും നല്ല സുഖമാണ് അള്ളാഹു നൽകിയത്. എങ്ങനെ ഒരു അസുഖം വന്നില്ലെങ്കിൽ നമ്മൾ പള്ളിക്കൊന്നും പോകേണ്ടി വരൂലേ എന്ന് ചിന്തിക്കും. കാരണമില്ലാതെ ജുമാ ഒഴിവാക്കിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമായ മനുഷ്യന്റെ മനസ്സിന് അള്ളാഹു സീല് വെക്കും എന്ന് പറഞ്ഞാൽ ഈമാനിന് പരിക്ക് പറ്റും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. 3 ജുമാ അങ്ങനെ ഒഴിവാക്കിയാൽ ആ മനുഷ്യന്റെ ഖൽബിൽ നിഫാഖ് കടന്നുകൂടി എന്നുള്ള സംശയിക്കേണ്ടതാണ്. അങ്ങനെ നിഫാഖും മുനാഫിഖും മരിച്ചാൽ പിന്നെ നമ്മളെ ഹാൽ എന്താണ്? ഈ ദുനിയാവിലെ കുറഞ്ഞ ജീവിതത്തിന്റെ ഹാൽ. അതുകൊണ്ട് പള്ളിയിലേക്ക് വരാനുള്ള സന്ദർഭമാണ് നോക്കേണ്ടത്. അള്ളാഹു തന്ന ഒഴിവും കഴിവും ഒക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് നല്ലോണം വരാനുള്ള സന്ദർഭങ്ങളാണ് ഒരുക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിലേക്ക് ഒരു പ്രത്യേക നോട്ടം നോക്കുന്നുണ്ട്. എന്റെ അടിമ എവിടുക്കാ പോകുന്നത്? ഞാൻ ഏറ്റവും കൂടുതൽ ഭൂമിയിൽ ഇഷ്ടപ്പെടുന്ന സ്ഥലത്തേക്ക്. അയാൾക്ക് ആരോഗ്യം കുറയാൻ പാടില്ല, ക്ഷീണം വരാൻ പാടില്ല, അയാൾക്ക് വേറെ അസുഖങ്ങളൊന്നും വരാൻ പാടില്ല. ഇത് നിശ്ചയിക്കുന്നത് അള്ളാഹു തആലയാണ്. ക്ഷീണം വരാൻ പാടില്ല. എത്ര ക്ഷീണിച്ചിട്ടും വിഷമിച്ചിട്ടും ജമാഅത്തിന് വന്നിരുന്ന സ്വഹാബത്ത്, അവർക്ക് ഒരു ജമാഅത്തിന്റെ ഒരു റക്അത്ത് നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിൽ തീരാത്ത സങ്കടം വന്നു. ഉദാഹരണം പറയട്ടെ, സയ്യിദുനാ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് വരാൻ സുബഹി നിസ്കാരത്തിൽ ഒരു റക്അത്ത് കഴിഞ്ഞു പോയി. ജമാഅത്ത് നഷ്ടപ്പെടൂല, പക്ഷെ ആ ഒരു റക്അത്ത് കിട്ടിയില്ലല്ലോ എന്ന സങ്കടം മനസ്സിൽ ഓരോ ദിവസവും അതിന്റെ വിഷമം കൊണ്ട് അള്ളാഹു ദർജ എങ്ങനെ ഏറ്റിക്കൊടുത്തു. പടച്ചോനെ, ഒരു റക്അത്ത് എനിക്ക് പോയല്ലോ,
ഇത്രയും ദിവസം 2 റക്അത്ത് കിട്ടിയിട്ട് 200 റക്അത്ത് പോയല്ലോ. മനസ്സിന്റെ വിഷമം കൊണ്ട് അള്ളാഹു സ്ഥാനം ഇങ്ങനെ കൂട്ടിക്കൊടുക്കാൻ. മുഅ്മിനായ മനുഷ്യന് നന്മ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന ഈമാനാണ്. നന്മ നഷ്ടപ്പെട്ടിട്ട് ഒരു വേദനയില്ലേ? ഈമാനിൽ സംശയിക്കണം. ജുമുഅ ഒഴിവാക്കിയിട്ട് സങ്കടമില്ലേ? ഈമാനിൽ സംശയിക്കണം. ജമാഅത്ത് പോകുന്നതിൽ പ്രശ്നമില്ലേ? ഈമാനിൽ സംശയിക്കണം. നിസ്കരിക്കാതിരിക്കുന്ന നിന്റെ മനസ്സിന് വ്യതയായി തോന്നുന്നില്ലേ? ഈമാനിൽ ശങ്കിക്കണം. പ്രത്യേകം സൂക്ഷിക്കണം. നിസ്കാരം എത്ര പോയിട്ടും നമ്മളെ അന്തസ്സോടെ നടക്കുന്നുണ്ടെങ്കിൽ നമ്മളെ പോലെ കിബറന്മാർ ലോകത്താരാണ്. നിസ്കരിക്കാതെ അള്ളാന്റെ ഭൂമിയിലൂടെ എങ്ങനെ അന്തസ്സോടെ നടക്കാൻ കഴിയും? നമ്മൾ കാരണം ഒരുപക്ഷേ തായോട്ടല്ല നമ്മളങ്ങ് വലിച്ചാലോ, മുകളിൽ നിന്ന് അള്ളാഹു ശിക്ഷ തന്നാലോ പറയാൻ പറ്റുമോ? അള്ളാഹു തആല നമ്മളോട് ചോദിക്കുന്നുണ്ട്, മുകളിൽ നിന്നൊരു ശിക്ഷയും തരൂല എന്നതിന് നിങ്ങൾക്ക് ആകാശ ലോകത്തുള്ള ആരെങ്കിലും മലക്കുകളോ ആകാശഭൂമി അടക്കി ഭരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയോ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തന്നിട്ടുണ്ടോ? ആമിൻതും മൻ ഫിസ്സമാഇ അൻ യഖ്സിഫ ബികുമുൽ അർള ഫഇദാ ഹിയ തമൂർ. സൂറത്ത് തബാറക്കയിലൂടെ അല്ലാഹ് നമ്മളോട് ചോദിക്കുന്നുണ്ട്, ആകാശത്തിന്റെ അധിപനായ അല്ലാഹു അല്ലെങ്കിൽ ആകാശത്തുള്ള ലക്ഷോപലക്ഷം മലക്കുകൾ ആരെങ്കിലും നിങ്ങൾക്ക് അഭയം തന്നിട്ടുണ്ടോ? ഭൂമിയിലേക്ക് നിങ്ങളെ തായോട്ട് വലിച്ചു കളയൂല എന്ന്. അങ്ങനെ ഭൂമി ഒന്ന് കുലുങ്ങിയിട്ട് തായോട്ട് വലിച്ചാൽ ഭൂമിയുടെ പല ഭാഗങ്ങളിൽ ഉരുൾപൊട്ടൽ സംഭവിക്കും, വിസ്ഫോടനങ്ങൾ സംഭവിക്കും, ഭൂമി കുലുക്കങ്ങൾ സംഭവിക്കും. ഭൂമി ഇങ്ങനെ വിറവറച്ചിട്ട് തായോട്ട് അങ്ങനെ പോകും. അതല്ല, ആകാശവും ഭൂമിയും മടക്കി ഭരിക്കുന്ന റബ്ബ് അല്ലെങ്കിൽ അതിന്റെ കാവൽക്കാരായ മലക്കുകൾ അവര് നിങ്ങൾക്ക് സുരക്ഷിതത്വം തന്നിട്ടുണ്ടോ? അഭയം തന്നിട്ടുണ്ടോ? മുകളിൽ നിന്നൊരു തീക്കാറ്റ് അയക്കൂല എന്ന്, ഒരു കൽമഴ വർഷിപ്പിക്കൂല എന്ന് മുൻഗാമികൾക്ക് അല്ലാഹു കൽമഴ നൽകി. അത് കല്ല് മാത്രമല്ല, ചുട്ടുപൊള്ളുന്ന കല്ലാണ്. ഒന്ന് തലയിൽ വന്ന് വീണാൽ ചെറിയ ഒരു കല്ല്, ഒരു നഖത്തിന്റെ പാതി വലുപ്പമുള്ള ഒരു കല്ല് തലയിൽ വന്ന് വീഴുമ്പോഴേക്ക് ഉരുകി 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 ആമാശയത്തിലൂടെ താഴ്ഭാഗത്തേക്ക് ചാടുന്നു. പിന്നെ ആ മനുഷ്യന് ജീവനില്ല. ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അത് സ്പർശിച്ചാൽ അവിടെ ഓട്ടയാകുന്നു. ആ ഓട്ടയിൽ നിന്ന് അപ്പുറത്തേക്ക് കത്തിയൊലിക്കുന്നു. കല്ല് ചെറിയ കല്ലാണ്, പക്ഷേ കൽമഴ തരൂല എന്ന് അല്ലാഹു അഭയം തന്നിട്ടുണ്ടോ? മലക്കുകൾ അഭയം തന്നിട്ടുണ്ടോ? ശിക്ഷകൾ ഇനിയും വരാനുണ്ട്. ലോകത്ത് ഇനിയും നേർക്ക് നേരെ കാണാനുണ്ട്. ആഖിർ സമാനിൽ പറഞ്ഞ ശിക്ഷകൾ മുഴുവനും വന്നിട്ടില്ല, ഇനിയും ധാരാളം വരാനുണ്ട് സഹോദരങ്ങളെ. പക്ഷേ നമ്മൾ ജാഗരൂകരാകണം. ആ ശിക്ഷയിൽപ്പെട്ട ഫിത്നയിൽപ്പെട്ട ആളുകളായിട്ടല്ല നമ്മൾ അന്ത്യം ഉണ്ടാകേണ്ടത്. നല്ല ഈമാനോടെ ഇഖ്ലാസോടെയാണ് പിരിയേണ്ടത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പൊ ജുമുഅയും ജമാഅത്തും ഒഴിവായി പോയതിന് മനസ്സിൽ വിഷമമില്ലെങ്കിൽ ഈമാനിൽ സംശയിക്കണേ.